എനിക്കും കിട്ടി ഇൻസ്റ്റഗ്രാമിൽ നിന്നൊരു പണി. എന്താണെന്നല്ലേ? ഉറക്കത്തിൽ നിന്ന് എണ്ണീറ്റ് ഫോൺ നോക്കിയപ്പം ഫ്രണ്ടിന്റെ ഒരു മെസ്സേജ്. ഫൗസി, നിന്റെ ഇൻസ്റ്റയിലെ വീഡിയോയ്ക്കൊന്നും ഓഡിയോ ഇല്ലല്ലോ എന്ന്. കയറി നോക്കിയപ്പോൾ ശരിയാണെന്നേ. നമ്മുടെ പല വീഡിയോയുടെയും ഓഡിയോ അൺഅവൈലബിൾ എന്ന് കാണിക്കുന്നു. നമ്മുടെ 500,000ന്റെയും നമ്മുടെ കാക്കയുടെയും എന്തിനു വേറെ എൻ്റെ പുതിയ യൂണിഫോമിന്റെ വീഡിയോയുടെ വരെ ഓഡിയോ അൺഅവൈലബിൾ കാണിക്കുന്നു. മേ ബി കോപ്പിറൈറ്റ് ഇഷ്യൂസ് കൊണ്ടായിരിക്കും. എന്നാലും അവരൊരു നോട്ടിഫിക്കേഷൻ പോലും തരാതെ എൻ്റെ എല്ലാ ഓഡിയോയും റിമൂവ് ചെയ്തേക്കുന്നതേ. ചെറ്റത്തരമല്ലേ അവർ കാണിക്കുന്നത്? പിന്നെ വിഷമം വരാതിരിക്കുവോ? നമ്മൾ അത്രയും എഫേർട്ട് ഇട്ട് വോയിസ് ഓവറൊക്കെ കൊടുത്ത് എഡിറ്റ് ചെയ്തിടുന്നതല്ലേ. പിന്നെ ഞാൻ എൻ്റെ വിഷമം എൻ്റെ കൂട്ടുകാരികളോട് പറഞ്ഞപ്പം അവളുമാര് പറഞ്ഞ്, സാരമില്ല ഫൗസി, പോട്ടെ, വിഷമിക്കണ്ട, നമുക്ക് ചായ കുടിക്കാമെന്ന്. ഞാനും കരുതി എന്നാൽ ആ ചായ കുടിച്ച് ആ വിഷമം അങ്ങ് മാറ്റാമെന്ന്. അങ്ങനെ ഞങ്ങൾ പാഞ്ഞൂരിലേക്ക് വിട്ട്. ആദ്യം തന്നെ പാഞ്ഞൂരിൽ നിന്ന് നല്ലൊരു സ്ട്രോങ് ചായ ഓർഡർ ചെയ്തങ്ങ് കുടിച്ച്. ഞാനൊരു പ്രത്യേകതരം സൈക്കോ ആണെന്നേ. എനിക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും സ്ട്രെസ്സ് വന്നാലും തിന്നണം. ഞാൻ എൻ്റെ സന്തോഷവും സങ്കടവും എല്ലാം ഫുഡ് കഴിച്ചങ്ങ് എൻജോയ് ചെയ്യും. എന്നെപ്പോലെ വേറെ ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തെല്ലാം സൈക്കോ തരവാ എനിക്കല്ലേ. അങ്ങനെ ഞാൻ പാനൂരിൽ നിന്ന് നല്ലൊരു ബിരിയാണി അങ്ങ് ഓർഡർ ചെയ്ത്. നിങ്ങളാരെങ്കിലും ഈ കോംബോ ട്രൈ ചെയ്തിട്ടുണ്ടോ? ബിരിയാണിയും ചായയും. എനിക്ക് ചായ ഇഷ്ടമായതുകൊണ്ട് പിന്നെ എന്തിൻ്റെയും കൂടെ പോകും. അങ്ങനെ അവിടുന്ന് ബിരിയാണിയും കഴിച്ച് ചായയും കുടിച്ച് താഴോട്ട് ഇറങ്ങിയപ്പം ദേ പാനിപ്പൂരി. പണ്ട് ഡൽഹിയിൽ നിന്നപ്പോൾ കഴിച്ചതാ പാനിപ്പൂരി. എന്നാൽ പിന്നെ ഇന്നൊന്ന് ട്രൈ ചെയ്യണമല്ലോ എന്നും പറഞ്ഞ് അവിടുന്ന് ഒരു പ്ലേറ്റ് പാനിപ്പൂരിയും വാങ്ങിച്ച് വീണ്ടും ഒരു ചായയും വാങ്ങിച്ച് കഴിച്ച്. അപ്പോഴത്തേക്കും എൻ്റെ വിഷമമൊക്കെ മാറി കേട്ടോ. അവർ ഒരു വീഡിയോയുടെ ഓഡിയോ റിമൂവ് ചെയ്താൽ നമ്മൾ 10 ഓഡിയോ തിരിച്ചിടും. അല്ല പിന്നെ. എന്നാലും ആർക്കെങ്കിലും അതിനെപ്പറ്റി വല്ല ഐഡിയ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അതായത് നോട്ടിഫിക്കേഷൻ പോലും തരാതെ അവരെന്തിനാ എൻ്റെ വീഡിയോയുടെ ഓഡിയോ എല്ലാം റിമൂവ് ചെയ്ത് കളഞ്ഞേന്ന്. എന്നാൽ പിന്നെ ഞാൻ പോട്ടെ, ഡ്യൂട്ടിക്ക് പോണേ. അപ്പം ബൈ.